മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നലെ സൂര്യേട്ടൻ ചപ്പാത്തി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അതാണ് ലഞ്ചിന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ ദിവസമായി തക്കാളിക്കറിയും അതുമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ തക്കാളി സബോള തക്കാളി ഇത് മാത്രമേ ഉള്ളൂ കുറേ ആയിട്ട്. അപ്പോൾ തക്കാളി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാജി ഇല്ലേ, നമ്മൾ മസാല ദോശേൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനമില്ലേ, അത് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് അതിന് സബോള കഷ്ടിയാണ്. അപ്പോൾ സബോള ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. പിന്നെ വേഗം ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് ബാജി ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ചായയും പാലും ഒക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തി തുറന്ന് മലത്തി കഷ്ണങ്ങളൊക്കെ അരിയാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാജി ചെയ്തുകൊണ്ട് ഉരുളക്കിഴങ്ങും സബോളയാണ് അരിയേണ്ടത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സബോളയൊന്നും ആവശ്യമില്ല, തക്കാളിക്കറിക്ക് വേണ്ട അത്രയും സബോള തന്നെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ ഇങ്ങനെ ചടപടാന്ന് അരിയാണ്. ഞാൻ ആദ്യം തന്നെ കുക്കറെന്നൊക്കെ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കും. മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കും. മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ സബോളയൊക്കെ എടുത്ത് വഴറ്റി അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് അതിനെ ബാജിയാക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ചുകുനു കൊണ്ടുപോകാനുള്ള ദോശ അവിടെ സൂര്യേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ആ പാത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും കൂടെ കാണിക്കുകയാണ്. അത് അന്ന് ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ കാണിച്ചപ്പോഴത്തേനും ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ, അത് കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് മോരൊഴിച്ചിട്ടുണ്ട്. അപ്പം മോരൊഴിച്ചിട്ട് അത്രയും ഇളക്കി കഴിഞ്ഞാലും സാധനം പരക്കില്ല എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പം ഡാഡ വന്നിട്ട് അവിടെ ആർഭാടമായിട്ട് തല കുത്തി തിരിച്ചിട്ടൊക്കെ തുറക്കുകയാണ്. പക്ഷേ ഇതേ നോക്കൂ, ടൻ ഉള്ളി നമുക്ക് ചപ്പാത്തിയിലേക്ക് ഒന്നും ആയിട്ടില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവില്ല. നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ. ഹലോ, എന്താ TV കാണാൻ ചെറിപ്പോ പ്രൊഡക്ഷൻ ഗെയിമിങ്ങിന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ചുന്നുനെയൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ചു. ഹെയർ വാഷ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു, 2 ദിവസം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലുള്ള എൻ്റെ കോലം ഇങ്ങനെ ഇരിക്കും. സാധാരണ അത് വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞാലാണ് സമാധാനമായിട്ട് രാവിലെ പോകാൻ പറ്റുക. എന്നാലും പിന്നെ കുളിക്കാൻ കുറേ വൈകിയായിരുന്നു കൊണ്ട് എന്തായാലും രാവിലെ കുളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോണത്. എന്തായാലും ജുഗുന് വരുമ്പോഴേക്കും സൂര്യചേട്ടന് വരണം, ഉച്ചവരെയാണ് ഇരിക്കാറുള്ളത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോണത്. അപ്പോൾ പോവലും വരലൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ജിമ്മിൽ പോകാൻ ഊബർ കാത്തിരിക്കുകയാണ്. എൻ്റെ വണ്ടി കേടായ ആ സീരീസിലുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ജിമ്മെന്നും ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഡിന്നറ് മൈസൂർ രാമൻ ഇഡ്ഡലിയിൽ പോയിട്ടാണ് കേട്ടോ. അത് ഞാനങ്ങനെ ഓഫീസിൽ നിന്ന് കേട്ടതാണ്. മൈസൂർ രാമനിൽ നല്ല അടിപൊളിയാണ്, അവിടുത്തെ ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് കേട്ടു. അപ്പോൾ നമ്മളത് കേട്ടിട്ട് കഴിക്കാൻ വേണ്ടി വന്നേക്കുകയാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഓർഡറാണ്. ഒന്നെങ്കിൽ നമുക്ക് അവിടെ റിസപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സീറ്റിൽ അവർ സ്കാനർ വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധനം എത്തും, പെട്ടെന്ന് എത്തും. എല്ലാ സ്ഥലത്തു നിന്നുള്ള എത്തുന്നതിനേക്കാളും സ്പീഡിൽ എനിക്ക് എത്തുന്നതായിട്ട് തോന്നി. നമ്മുടെ ഒരു ഗെയിമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ബട്ടർ പൊടി ഇഡ്ഡലിയാണ് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊരു ടേസ്റ്റാണ്. പിന്നെ ചീസ് ടൊമാറ്റോ ദോശയാണ്, റോസ്റ്റാണിത്. ഇതാ ചൂടോട് കൂടി 1-2 തവണ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ചൂടോടുകൂടി ചൂടാറും തോറും എനിക്ക് ആ അത്ര ടേസ്റ്റ് തോന്നിയില്ല. എനിക്ക് ബട്ടർ പൊടി ഇഡ്ഡലിയൊക്കെയാണ് എനിക്ക് വായിൽ പറയുമ്പോൾ പോലും വെള്ളം വരും, അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച്. ചുകുനൂന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇഡ്ഡലി കേട്ടോ. ദോശ അവന് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, എന്തായാലും മുഴുവൻ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.